ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞ് സുജു കൃഷ്ണനെ കാണണമെന്ന് പറഞ്ഞ് ദേവ്ജിയുടെ വീട്ടിലേക്ക് വരികയാണ്. ഇതുവഴി പോയപ്പോൾ ദേവ്ജി ഒന്ന് കാണാനായി കയറിയതെന്നാണ് സുജു അങ്ങനെ പറയുന്നത്. ദേവ്ജി, എനിക്കെന്തോ ഒരു തലവേദന, ഞാനൊരു കാപ്പി ഇട്ട് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് സുജു കൺമണിയെയും വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കൺമണി, എനിക്ക് കൃഷ്ണനെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഓടിപ്പിടിച്ചു വന്നത്. പക്ഷേ അവനെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയുന്നില്ല എന്നൊക്കെ പറയാണ്. കൺമണി കാപ്പി ഉണ്ടാക്കാനായി പോകുമ്പോൾ സുജു പറയുന്നുണ്ട്, അതിങ്ങ് തന്നെ, അവന് കടുപ്പം കൂടുതൽ ഇടുന്നതാണ് ഇഷ്ടം, ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് സുജു അങ്ങനെ കാപ്പി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് കൺമണിയോട് ആ കാപ്പി കൊണ്ടുപോയി കൊടുക്കാനായി സുജു പറയുന്നുണ്ട്. അങ്ങനെ കൃഷിന് കൺമണി കാപ്പി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സുജുവും വരികയാണ്. സുജു അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കൃഷി അങ്ങനെ ഇടം കണ്ണിട്ട് തൻ്റെ അമ്മയെ നോക്കുന്നുണ്ട്. സുജു ആണെങ്കിലും കൃഷിനെ അങ്ങനെ നോക്കുകയാണ്. അമ്മയും മകനും തമ്മിലുള്ള ആ സ്നേഹം കണ്ട് കൺമണിയും ദേവ്ജിയും അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ദേവ്ജി കൺമണിയെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, എന്റെ മോളെ, ഇത് അധിക കാലം ഒന്ന് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ സുജു കൃഷിനെയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകുമെന്നാണ് തോന്നുന്നതെന്ന് ദേവ്ജി അങ്ങനെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, പേടിക്കേണ്ട ദേവ് സാർ, അമ്മ സൂക്ഷിച്ചോളും എന്ന് പറയാണ്. പിന്നീട് സുജു കൃഷ്ണനെ കാണാനായി ദേവ്ജിയുടെ വീട്ടിലേക്കാണ് വന്നതെന്ന് സാഗറിനറിയാം. അങ്ങനെ അവിടെ ഇരുന്ന് ഇരിപ്പുറയ്ക്കാതെ സാഗറും കൃപയും കൂടി ദേവ്ജിയുടെ വീട്ടിലേക്ക് വരികയാണ്. അവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. കൃപയുടെ കയ്യിൽ കുറെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നീട് കൺമണിയും സുജുവും സാഗറും കൃപയും എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കൃഷ് വന്ന് കൺമണിയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് കൺമണിയോട് എന്തോ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. കൺമണിയാണെങ്കിൽ ആകെ ഞെട്ടി അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ദേവ്ജിയുടെ വീട്ടിൽ അങ്ങനെ എല്ലാവരും ഒത്തുകൂടിയാണ്. ഐസ്ക്രീം എല്ലാം സാഗറും കൃപയും വാങ്ങി വന്നിട്ടുണ്ട്. അതെല്ലാവരും അങ്ങനെ സന്തോഷത്തോടുകൂടി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ശ്രീനിവാസനോട് അമ്മായിമാര് രണ്ടുപേരും എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ അതിലെന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ശ്രീനിവാസൻ പറയുന്നുണ്ട്, എന്തായാലും കൺമണി വരട്ടെ, ഈ കാര്യം നമുക്ക് അവളോടുകൂടി ആലോചിച്ചിട്ട് ചെയ്യാമെന്നങ്ങനെ പറയുകയാണ്. എന്നാൽ സാഗറിന്റെയും കുടുംബത്തിന്റെയും സന്തോഷം ഇല്ലാതാക്കാനായി മാനസ വീണ്ടും പ്ലാൻ ചെയ്യുകയാണ്. ഇത്രയും കാലം അലികയുടെ എല്ലാം എന്ന് പറഞ്ഞ കൺമണിയെ ഇനി ഒന്നുമില്ലാത്തവളായി എനിക്ക് മാറ്റണം. പക്ഷേ ഞാൻ അവളെ കരയിക്കും. ഇനിയിപ്പോൾ അലിക നമ്മുടേതായതുകൊണ്ട് അവളെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്നും അടിച്ചിറക്കി വിടാം. ഇല്ല എന്നുണ്ടെങ്കിൽ അവളെ അവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചടികൾ കൊടുക്കാമെന്നൊക്കെ മാനസ അങ്ങനെ സന്തോഷത്തോടെ ജയമോഹനോട് പറയാണ്. അങ്ങനെ എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് മാനസ കൺമണി ദേവ്ജിയുടെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് വരികയാണ്. മാനസ വരുന്നതോടെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാവുമെന്ന് ഉറപ്പാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.